വിവാദമായ കലിയിൽ തുള്ളുന്ന സത്യഭാമ. മുന്നണികൾ ചുവരെഴുത്ത് നടത്തിയപ്പോൾ 8ന്റെ പണി കിട്ടിയ ഉദ്യോഗസ്ഥരുടെ അങ്കലാപ്പും ചർച്ചയാകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഇടപെടലും ഇടപെടലില്ലായ്മയും എല്ലാം ഈ വാരത്തിലെ ചർച്ചാ വിഷയമാണ്. നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന താരം കലാമണ്ഡലം സത്യഭാമ. വെളുപ്പിനെ സ്നേഹിക്കുകയും കറുപ്പിനെ അടിച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന കലാകാരി. വിവാദ പരാമർശം നടത്തിയിട്ടും ഒരു കൂസലുമില്ലാതെ ഇവരുടെ ചങ്കൂറ്റത്തെ സമ്മതിക്കാതെ വയ്യ. മാധ്യമങ്ങൾക്ക് മുമ്പിലും ചാനൽ ചർച്ചകൾക്കിടയിലും താൻ പറഞ്ഞത് ശരിയാണെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും പൊതുസമൂഹത്തിന്റെ എതിർപ്പുകൾ മാത്രം വാരിക്കൂട്ടുന്ന ആട്ടക്കാരി. നിറവും ജാതിയും ഒന്നും കലയ്ക്ക് തടസ്സമില്ലെന്നിരിക്കെ എന്താണ് ഈ പ്രസ്താവനയ്ക്ക് അടിസ്ഥാനം? മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കിടന്നറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാലല്ല ദൈവം പോലും പെറ്റ തള്ള സഹിക്കില്ല. പ്രശസ്ത നടൻ കലാഭവൻ മണിയുടെ അനുജൻ RLV രാമകൃഷ്ണനാണ് സത്യഭാമ തന്നെക്കുറിച്ച് നടത്തിയ ആരോപണത്തിനെതിരെ രംഗത്ത് വന്നത്. ഇതാദ്യമായല്ല സത്യഭാമ തനിക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് രാമകൃഷ്ണൻ പറയുന്നു. സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശമാണ് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയത്. മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനികളാണ്, അല്ലാതെ മോഹനൻ കളിച്ചാൽ അത് മോഹിനിയാട്ടമാകുമോ? സുന്ദരനല്ലാത്ത ആൾ കളിച്ചാൽ അതെങ്ങനെ മോഹിനിയാട്ടമാകും? പെറ്റ തള്ള പോലും സഹിക്കാത്ത കാക്കയുടെ നിറം. ചാലക്കുടിയിലെ പ്രശസ്തനായ നൃത്ത അധ്യാപകനെ കുറിച്ചാണ് പറയുന്നതെന്നും അവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ രാമകൃഷ്ണന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. വിവാദത്തെ തുടർന്ന് മാധ്യമങ്ങൾ ഇവരുടെ പ്രതികരണം എന്തെന്നറിയാൻ ചോദ്യങ്ങളുമായി എത്തി. കലാമണ്ഡലത്തിൽ എനിക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടി. അതേ കാലയളവിൽ ഇവരും അവിടെ ഭരണസമിതി അംഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള വിഷമിപ്പിക്കൽ, അതായത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകളെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോൺ സംഭാഷണം എനിക്ക് പുറത്ത് വിടേണ്ടി വന്നു. അത് ചില സമയങ്ങളിൽ നമ്മൾ കള്ളന്മാരാകുന്നു എന്ന് പറയുമ്പോൾ ആ സത്യം ലോകം അറിയുന്നതിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായത്. അപ്പോഴുള്ള അവരുടെ പ്രതികരണമായിരുന്നു യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തെ ചൊടിപ്പിച്ചത്. സൗന്ദര്യമില്ലായ്മയെ ആഭാസമായി അധിക്ഷേപിക്കുന്ന കലാകാരി. കറുപ്പ് നിറമുള്ളവരെ പരിശീലിപ്പിക്കും, പക്ഷേ അവർ മത്സരത്തിന് പോകേണ്ടെന്ന് പറയും പോലും. സൗന്ദര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് മോഹിനിയാട്ടം തുടങ്ങി കേട്ടാൽ വെറുപ്പുളവാക്കുന്ന തരത്തിലുള്ള ധിക്കാരപരമായ മറുപടി. അത് കേട്ട പൊതുസമൂഹം ഒറ്റക്കെട്ടായി അവർക്കെതിരെ പ്രതികരിച്ചു. കലാമണ്ഡലത്തിന്റെ പേര് പോലും കളങ്കപ്പെടുത്തിയ ഭാഷ്യത്തിനെതിരെ കലാമണ്ഡലവും പ്രതികരണവുമായി എത്തി. സോഷ്യൽ മീഡിയയും വിഷയം ഏറ്റെടുത്തതോടുകൂടി സത്യഭാമയ്ക്കെതിരെയുള്ള ട്രോളുകളും കമന്റുകളും നിറഞ്ഞാടി. എന്നിട്ടും നമ്മുടെ സത്യഭാമയ്ക്ക് എന്തെങ്കിലും ഒരു കുലുക്കം എവിടെ? താൻ പറഞ്ഞതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും സൗന്ദര്യമില്ലായ്മയെ അവർ കരുവാക്കിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ വിവരമില്ലാഞ്ഞിട്ടോ അതോ പ്രായത്തിന്റെ എന്തെങ്കിലും ആകുലതകൾ ആണോ എന്ന് ആളുകൾ സംശയിക്കുന്നതിൽ തെറ്റു പറയാനാവില്ല. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നതാവും ഇവിടെ ശരി. RLV രാമകൃഷ്ണന്റെ നൃത്തരംഗത്തുള്ള വളർച്ച അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ കേടാണ് തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് കാരണമെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത്. എന്തായാലും വിഷയം സജീവ ചർച്ചയാകുക മാത്രമല്ല, സത്യഭാമയുടെ സത്യത്തിന് നിരക്കാത്ത, കലയ്ക്ക് ചേരാത്ത ഈ പ്രസ്താവന അനുകൂലമായത് RLV രാമകൃഷ്ണനാണ്. പുരുഷൻ മോഹിനിയാകുമോ, പുരുഷന്റെ മോഹിനിയാട്ടം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ആരെങ്കിലും ബുക്ക് ചെയ്യുമോ എന്നെല്ലാം നിരന്തരം പറഞ്ഞ് കലയെ കൂടി ആക്ഷേപിച്ച സത്യഭാമയ്ക്ക് ഇനി വീട്ടിലിരുന്ന നൃത്തമാണ്. RLV രാമകൃഷ്ണനാകട്ടെ ഇപ്പോൾ ബുക്കിംഗുകളുടെ തിരക്കാണ് താനും. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പൊതുജനത്തിന്റെ കയ്യിലുള്ള വോട്ട് എങ്ങനെ പോക്കറ്റിലാക്കാമെന്നുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. പരസ്യപ്രചരണങ്ങളുടെ ഭാഗമായി ചുവരെഴുത്തുകളും സജീവമാണ്. അങ്ങനെ ചുവരെഴുതിയപ്പോൾ 8ന്റെ പണി കിട്ടിയത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ പല കെട്ടിട ചുമരുകളും ബുക്ക് ചെയ്ത് എഴുത്ത് നടത്തിയ മുന്നണികളും ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലുമാണ്.
ഒരു ഭാഗത്ത് ചുമരുകളിൽ സ്ഥാനാർത്ഥിക്കായി വർണ്ണശബള ചുമരെഴുത്ത് നടത്തുമ്പോൾ മറുഭാഗത്ത് എഴുതിയവയെല്ലാം കരിയോയിൽ കൊണ്ട് മായ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ചുമരുകളിലും ഭിത്തികളിലും മറ്റ് സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമരെഴുതുകയോ നോട്ടീസ് പതിക്കുകയോ പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചുമരെഴുത്ത് കൊട്ടേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി അനുഭവിക്കുന്ന ദുരവസ്ഥയാണ് എഴുതിയ ചുമരുകൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മാക്കേണ്ട ഗതികേടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ കുന്നംകുളം നഗരത്തിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ചുമരുകൾ CPM ബുക്ക് ചെയ്തിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ചുമരുകളിലും വർണ്ണശബളമായ ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനുശേഷം ചുമരെഴുത്തുകളെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ കരിയോയിൽ ഉപയോഗിച്ച് മായ്ച്ചു. ചുമരെഴുത്ത് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി യാതൊരു തരത്തിലുള്ള മുൻധാരണയുമില്ലാതെ ചുമരെഴുതിയതിന്റെ ദുരന്തമാണ് രാഷ്ട്രീയ പാർട്ടികൾ അനുഭവിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ചുമരുകളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുതാൻ പാടില്ലെന്ന് എല്ലാ പാർട്ടി നേതാക്കൾക്കും അറിയാവുന്നതാണ്. എന്നാൽ ശക്തി കാണിക്കാൻ ഇറങ്ങിയവർക്ക് തന്നെ ചുമരെഴുത്തുകൾ തിരിച്ചടിയായി. പൊതുസ്ഥലങ്ങളിൽ എഴുതുകയോ പോസ്റ്റർ ഒട്ടിക്കുകയോ ചെയ്താൽ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളവ ഈടാക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. നാട്ടിലെ KSEB പോസ്റ്റുകളിലും ഈ അക്രമം വ്യാപകമാണ്. എഴുതിയതിന് കൂലി കൊടുക്കുന്നതോടൊപ്പം ഇനി നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോ അറിയാതെ കിട്ടിയ പണിയല്ല, അറിഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങിയ പണിയാണ്. നോ പാർക്കിംഗ് ബോർഡ് ഉള്ളയിടത്ത് വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്നവരാണ് നമ്മ മലയാളികൾ. അതുപോലെ എവിടെ എഴുതരുതെന്ന് പറഞ്ഞുവോ അവിടെ തന്നെ എഴുതുള്ളൂ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ? എഴുതാനും മായ്ക്കാനും ചിലവിന് കുറവൊന്നുമില്ലല്ലോ. അതിനും പണം ഇറക്കണം. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞാൽ അതിനും ഖജനാവിൽ നിന്ന് പണം കൊടുക്കാം, അത്ര തന്നെ. സൗകര്യങ്ങളുടെ അപര്യാപ്തത മറികടന്നേ മതിയാകൂ എന്ന സാഹചര്യത്തിലാണ് പുതിയത് എന്ന ആശയം ഉണ്ടാകുന്നത്. ഈ ആശയം നടപ്പാക്കാനോ പല കടമ്പകൾ കടക്കേണ്ടിയും വരും. ഒടുവിൽ അത് യാഥാർത്ഥ്യമായപ്പോൾ തുറന്നു പ്രവർത്തിക്കാൻ കാലതാമസം. അതിനുള്ള കാരണം ആനയെ വാങ്ങിയിട്ട് തോട്ടി വാങ്ങാൻ പണമില്ല എന്ന് പറയുന്നത് പോലെയും. അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ കാഴ്ചകൾ കണ്ടാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ കൃത്യമായി മനസ്സിലാകും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.87 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും താഴ് തുറക്കാറായിട്ടില്ല. രജിസ്ട്രേഷൻ പ്രവൃത്തികൾ നടക്കുന്നതാകട്ടെ പഴയ കെട്ടിടത്തിലും. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനു സമീപമാണ് 4999 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. പുന്നയൂർക്കുളം, പുന്നയൂർ, വടക്കേക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പുന്നയൂർക്കുളം, കടിക്കാട്, പുന്നയൂർ, എടക്കഴിയൂർ, വടക്കേക്കാട്, വയലത്തൂർ എന്നീ 6 വില്ലേജുകൾ പ്രവർത്തന പരിധിയുള്ളതാണ് അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ്. പുതിയ കെട്ടിടത്തിൽ സബ് രജിസ്ട്രാറുടെ ക്യാബിൻ, ഓഫീസ്, ലൈബ്രറി, ഓഡിറ്റ് റൂം, റെക്കോർഡ് റൂം, ഡൈനിംഗ് ഹാൾ, കാത്തിരിപ്പ് മുറി, ശുചിമുറികൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിടം ഭിന്നശേഷി സൗഹാർദ്ദവുമാണ്. ജനുവരിയിലാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെട്ടിടം നാടിന് സമർപ്പിച്ചത്. എന്നാൽ ഇതുവരെയായിട്ടും കെട്ടിടത്തിനുള്ളിൽ ഫർണിച്ചറുകൾ ലഭ്യമാക്കാത്തതാണ് പ്രവർത്തനം വൈകുന്നതിന് കാരണമാകുന്നതെന്നാണ് പൊതുവെ പറയുന്നത്. എത്രയും പെട്ടെന്ന് ആവശ്യമായ ഫർണിച്ചറുകൾ എത്തിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാരുടെ ആവശ്യം നടപ്പിലാക്കുന്നത് പദ്ധതികൾ പ്രാവർത്തികമാക്കിയാണ്. ആധുനിക രീതിയിൽ തന്നെ സൗകര്യങ്ങളോടുകൂടി കെട്ടിടം പണിതിട്ട് അത് പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ കഴിവുകേട് യഥാർത്ഥത്തിൽ ആരുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇനിയും പൊതുജനത്തിന് പറഞ്ഞു പരിഹസിക്കാനുള്ള ഇടം കൊടുക്കാതെ ഈ പറഞ്ഞ ഫർണിച്ചർ എത്രയും പെട്ടെന്ന് സജ്ജീകരിച്ച് അധികാരികളും കഴിവുള്ളവരാണെന്ന് തെളിയിച്ചാൽ ഈ നാണക്കേടിന് ഒരു പരിഹാരമാകും. റോഡ് നന്നായാൽ സഞ്ചാര സ്വാതന്ത്ര്യവും സുഗമമാകും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ റോഡ് നിർമ്മിക്കുമ്പോൾ ശാസ്ത്രീയമായി തന്നെ വേണം. അതിൽ അഴിമതിയും കൃത്രിമവും കാട്ടിയാൽ റോഡ് തോടാകും. പക്ഷേ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ അഴിമതി ഈ പ്രവൃത്തിയിൽ ആവോളം കാട്ടിയിട്ടുണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പിന്നെ കാര്യം പറയുമ്പോൾ ലോജിക്കില്ലാത്ത മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് അധികാരികളുടെ പൊതു സ്വഭാവം. 4 മാസം മുൻപ് നവീകരിച്ച കുന്നംകുളം ചാവക്കാട് റോഡിലെ EMS ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്തെ റോഡാണ് തകർന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പൊതുഭാഷ്യം. 5 മീറ്ററോളം നീളത്തിലും 2 മീറ്റർ വീതിയിലുമാണ് റോഡ് തകർന്നിട്ടുള്ളത്.
റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് തകരാനുള്ള പ്രധാന കാരണമെന്ന് സമീപത്തെ കടക്കാരും ഡ്രൈവർമാരും ആരോപിച്ചു. പണി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകം ഈ റോഡിലെ ആർത്താറ്റ് ഭാഗത്തെ റോഡ് തകർന്നിരുന്നു. റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നതായും ഇതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും ആക്ഷേപമുണ്ട്. 4 മാസങ്ങൾക്കുള്ളിൽ 2 സ്ഥലത്ത് തകർന്ന റോഡ് മഴ ശക്തമായാൽ പൂർണ്ണമായും തകരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം പണി കഴിഞ്ഞ് റോഡ് സെറ്റാവുന്നതിനു മുൻപ് വാഹനങ്ങൾ പോകുന്നതാണ് റോഡ് തകരാനുള്ള കാരണമെന്ന വിചിത്രവാദവുമായി ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. ഭാരം കൂടിയ വാഹനങ്ങൾ പണി കഴിഞ്ഞ് ഉടനെ പോകുന്നതിനാൽ ഈ സമ്മർദ്ദം മൂലം ടാർ ചെയ്ത ഭാഗം തെന്നിപ്പോകുന്നുവെന്നാണ് മരാമത്ത് ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും ടാർ ഉറയ്ക്കാത്തത് എന്താണെന്നാണ് നാട്ടുകാരുടെ സംശയം. അതേസമയം തകർന്ന റോഡിന്റെ ഭാഗങ്ങൾ നിർമ്മാണ തൊഴിലാളികൾ കൈകൊണ്ട് ടാർ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. അങ്ങനെ ഈ വീഡിയോ ദൃശ്യം 4 ആൾ കണ്ടപ്പോൾ നിജസ്ഥിതി നേരിട്ട് കാണാൻ ഉദ്യോഗസ്ഥരെത്തി. ഗുരുവായൂർ റോഡിൽ മുൻപ് ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്ത പ്രതലത്തിലാണ് വീണ്ടും ഇതേ രീതിയിൽ ടാർ ചെയ്തത്. മിനുസമുള്ള പ്രതലമായതിനാലാണ് ടാറിട്ട ഭാഗങ്ങൾ അടർന്ന് നീങ്ങിയത് എന്നാണ് കരാറുകാർ നൽകിയ വിശദീകരണം. നിലവിലുണ്ടായിരുന്ന റോഡിന്റെ മുകളിൽ ഒരു പാളി കൂടി ടാറിടാനാണ് കരാറിൽ ഉണ്ടായിരുന്നത്. മിനുസമുള്ള പ്രതലം ടാറിങ്ങിന് മുൻപ് പരുക്കനാക്കുന്നതിൽ വീഴ്ച വന്നതായാണ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. 3 വർഷത്തേക്ക് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് കരാറുള്ള റോഡാണിത്. അടർന്നു നീങ്ങിയ ഭാഗങ്ങളിലെ ടാർ ഉൾപ്പെടെ നീക്കം ചെയ്ത് വീണ്ടും ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് AES ഹരീഷ് പറഞ്ഞു. ആധുനിക രീതിയിൽ ടാർ ചെയ്ത റോഡ് തകർന്നതിൽ കൌൺസിലർ ലബീബ് ഹസൻ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെത്തി നടപടിയെടുത്തത്. നാട്ടുകാരുടെ സംശയത്തിന് തെറ്റു പറയാനാവില്ല. റോഡ് പണി പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും ടാർ ഉറയ്ക്കാത്ത വാദം ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ആരായാലും മൂക്കത്ത് കൈവച്ചു പോകും. വലിയ വാഹനങ്ങൾക്ക് കൂടി പോകാനുള്ളതാണ് റോഡ് എന്ന സാമാന്യ ബോധം ഇല്ലാത്തവരല്ലല്ലോ പൊതുമരാമത്ത് ഏമാന്മാർ. അതുകൊണ്ട് ന്യായങ്ങൾ നിരത്തിക്കോളും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിലും വേണം ഒരു ലോജിക്ക്. ഒടുവിൽ കരാറുകാർ എത്തിയപ്പോൾ യഥാർത്ഥ കാരണം അറിവായല്ലോ, ആശ്വാസം. ഓരോ ഉത്സവാഘോഷങ്ങളും ജനങ്ങളുടെ പൊതുവികാരം കൂടിയാണ്. അതുപോലെ ആഘോഷങ്ങളിൽ കലകൾക്ക് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. ഒരാൾ ചെയ്യുന്ന ജോലി തടസ്സപ്പെടുത്തുക എന്നത് അത്ര ശരിയായ നടപടിയല്ല. അതും കൃത്യമായ കാരണമില്ലാതെ തൊടുന്യായം പറഞ്ഞ് അധികാരത്തിന്റെ മുഷ്ടി ഉയർത്തിയാൽ അത് അംഗീകരിച്ചു കൊടുക്കാനും കഴിയില്ല. ഉത്സവത്തിനിടയിൽ പഞ്ചവാദ്യം കലാകാരന്മാർക്ക് നേരെയുണ്ടായ നടപടിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. കലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ പോലീസ് ശ്രമിച്ചുവെന്നാണ് പരാതി. പഞ്ചവാദ്യം നടക്കുന്നതിനിടയിൽ വാദ്യകലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ വടക്കാഞ്ചേരി പോലീസ് ശ്രമിച്ചതായാണ് പരാതി. ഇതിനെതിരെ പ്രതികരിച്ച പ്രശസ്ത മദ്ദള കലാകാരൻ നെല്ലുവായി സജീഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധവും ശക്തമാണ്. വാദ്യകലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പഞ്ചവാദ്യം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ക്ഷേത്ര വാദ്യകലാ അക്കാദമി. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്ര ഉത്സവത്തിനിടയിലാണ് പഞ്ചവാദ്യ കലാകാരന്മാർക്ക് പോലീസിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഉത്സവത്തിന് കൊല്ലമാക്ക് കമ്മിറ്റിക്ക് വേണ്ടിയാണ് പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. വൈകിട്ട് 5 മണിയോടെ ക്ഷേത്രത്തിൽ കൊട്ടുന്നതിനിടയിൽ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ASI ഇതിനിടയിലേക്ക് കയറി വന്ന് വാദ്യം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. അനുവദിച്ച സമയം തീരാൻ 3 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോഴാണ് സമയം തീർന്നെന്നും പറഞ്ഞ് ASI വാദ്യം തടയാൻ ശ്രമിച്ചത്. എന്നാൽ ക്ഷേത്രകലയായതിനാൽ പഞ്ചവാദ്യം അതിന്റെ കാലങ്ങൾ കൊട്ടിത്തീർത്തേ നിർത്തുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് ആചാരം. കൊട്ടി അവസാനിപ്പിക്കാൻ 1 മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കേൾക്കാൻ തയ്യാറാകാതെ കൊട്ടിക്കൊണ്ടിരുന്ന വാദ്യക്കാരെ പിടിച്ചു തള്ളുകയും മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു. വാദ്യക്കാരെ തള്ളേണ്ട കാര്യമില്ലെന്നും കമ്മിറ്റിക്കാരോട് സംസാരിച്ചാൽ മതിയെന്നും സജീഷ് പറയുകയും ഇതേ തുടർന്ന് വാക്കേറ്റം നടക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് സജീഷിനെതിരെ കേസെടുക്കുവാൻ പോലീസ് ഒരുങ്ങുന്നത്. സജീഷിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ASI ഫോണിലൂടെ ആവശ്യപ്പെട്ടു. വാദ്യക്കാരെ കയ്യേറ്റം ചെയ്യുകയും പഞ്ചവാദ്യം അലങ്കോലമാക്കുകയും ചെയ്ത ASIക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്രവാദ്യകലാ അക്കാദമിയും ക്ഷേത്രവാദ്യകലാ തൊഴിലാളി യൂണിയനും. ഞങ്ങൾ പഞ്ചവാദ്യം കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വരികയും കമ്മിറ്റിക്കാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാവുകയും അതിനുശേഷം കൊട്ടിക്കൊണ്ടിരിക്കുന്ന തിമലക്കാരെ പിടിച്ചു തള്ളുകയും മദ്ദളക്കാരോട് മാറാൻ പറയുകയും ചെയ്ത് അദ്ദേഹം വളരെ മോശമായി പെരുമാറി. വെറും
പഞ്ചവാദ്യം കഴിഞ്ഞ് 2 സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വാദിക്കാരോട് ഇത്ര വളരെ മോശമായി പെരുമാറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനോട് ചെയ്ത കാര്യം ശരിയായില്ല എന്നുള്ളത് നമ്മളവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ നമ്പർ എവിടുന്നോ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചിരുന്നു. ശനിയാഴ്ച 10 മണിക്കുള്ളിൽ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ എൻ്റെ പേരിൽ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയത്തെ ചൊല്ലിയായിരുന്നു പോലീസിന്റെ ഇടപെടൽ. ഈ സമയം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കേവലം 2-3 മിനിറ്റ് കൂടി ഒന്ന് ക്ഷമിക്കാനുള്ള തിരിച്ചറിവ് ഏമാന്മാർക്ക് ഉണ്ടായില്ലെങ്കിൽ അതിന് പിന്നിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കാം. ജോലിയുടെയും ഉത്തരവാദിത്തത്തിന്റെയും കാര്യത്തിലുള്ള പിടിവാശി എല്ലാ ഇടങ്ങളിലും കാണിക്കാത്ത ഉദ്യോഗസ്ഥർ ചിലയിടങ്ങളിൽ തെരഞ്ഞെടുത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അത്ര ഭൂഷണമല്ല. സാധാരണ ജനങ്ങൾക്ക് തുണയാകേണ്ടവരാണ് ജനപ്രതിനിധികൾ. അതായത് അവരുടെ ജീവിതോപാധിയായ ആവശ്യങ്ങൾക്കുള്ള സഹായം ചെയ്ത് നൽകേണ്ടവർ. പക്ഷേ അങ്ങനെയുള്ളവർ ഉണ്ടായിട്ടും ഇടപെട്ടിട്ടും കാര്യം നടക്കുന്നില്ലെങ്കിൽ അത് ആരുടെ പിടിപ്പുകേടാണെന്നാണ് ചോദ്യം. പറഞ്ഞു വന്നത് വടക്കേക്കാട് കരിച്ചാൽ കടവ് ചെമ്മണ്ണൂർ താഴം കോൾപ്പടവിൽ കൃഷിയിറക്കിയ കർഷകരുടെ ദുരിതത്തെക്കുറിച്ചാണ്. കാണാം ആ വാർത്ത. വടക്കേക്കാട് കരിച്ചാൽ കടവ് ചമ്മന്നൂർ താഴം കോൾപ്പടവിൽ കൃഷിയിറക്കിയ കർഷകർക്ക് വെള്ളമില്ലാത്തതാണ് വലിയ പ്രശ്നം. വെള്ളം എത്തിക്കുന്നതിന് MLA-മാർ ഇടപെട്ടിട്ടും ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ സഹായം ലഭിക്കുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. നിലവിൽ ചമ്മന്നൂർ താഴം ഭാഗത്ത് 500-ലധികം ഏക്കർ വരുന്ന പാടശേഖരങ്ങളിലാണ് കതിർ വന്നു നിൽക്കുന്നത്. ഇനി 3 ആഴ്ച തുടർച്ചയായി വെള്ളമെത്തിയാൽ മാത്രമാണ് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയുക. കഴിഞ്ഞ വർഷം കരിച്ചാൽ കടവ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻവർഷത്തെ അനുഭവം വെച്ച് കർഷകർ കൃഷി ഇറക്കിയിരുന്നില്ല. ഇതിനെ തുടർന്ന് ഭരണതലത്തിൽ അധികൃതർ ഇടപെട്ടാണ് 6 ഫാർമേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. എന്നാൽ പാലം പണിയുമായി ബന്ധപ്പെട്ട് 100 അടി തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. ഇത് ചമ്മന്നൂർ താഴം, കാട്ടകമ്പാൽ സൊസൈറ്റി പടവ്, പരൂർ പടവ് എന്നിവിടങ്ങളിൽ കൃഷിയിറക്കിയ കർഷകർക്ക് ദുരിതമായി. ഉപ്പുങ്ങൽ പടവിൽ പാലത്തിന് വടക്കുഭാഗത്തു നിന്നും ബർജിംഗ് ഹിറ്റാച്ചി ഉപയോഗിച്ച് ചാലുകീറിയാണ് പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് അല്പ ആശ്വാസമായി വെള്ളം എത്തിച്ചത്. എന്നാൽ ചമ്മന്നൂർ താഴം പടവ് കർഷകർ ചെറുളിപ്പുഴ ഭാഗത്തു നിന്നും 4 ദിവസം ചാലുകീറി വെള്ളം 100 അടി തോട്ടിൽ പാലത്തിന് കിഴക്കുഭാഗം വരെ എത്തിച്ചെങ്കിലും ഇപ്പുറത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഇതിനെ തുടർന്ന് ഗുരുവായൂർ കുന്നംകുളം MLA-മാരായ AC മൊയ്തീൻ, NK അക്ബർ എന്നിവരോട് വിഷയം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. 100 അടി തോട്ടിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ബണ്ട് പൊളിക്കുമ്പോൾ മണ്ണ് മാറ്റാതെ അവിടെ തന്നെ നിരത്തുകയാണ് പാലം നിർമ്മാണ തൊഴിലാളികൾ ചെയ്തിട്ടുള്ളത്. ഈ മണ്ണ് നീക്കം ചെയ്യാൻ ഹിറ്റാച്ചി സംവിധാനം ഉപയോഗിക്കണം എന്നാണ് കർഷകർ പറയുന്നത്. 500 ഏക്കർ കൃഷിസ്ഥലത്ത് കതിർ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 3 ആഴ്ചത്തേക്ക് ജലം ആവശ്യമാണ്. തിരുത്തിക്കാട് ബണ്ടിൽ നിന്നും മാർച്ച് 31-ന് വെള്ളം ഇറക്കി തന്നാലും പാലത്തിന് ഇപ്പുറത്തേക്ക് വെള്ളം ലഭിക്കില്ല. വെള്ളം ആവശ്യമുള്ള സമയത്ത് കൃഷിവകുപ്പോ ഇറിഗേഷൻ വകുപ്പോ KLDCയോ ഇടപെട്ടാൽ മാത്രമാണ് കൂടുതൽ തുക ചെലവാക്കി കൃഷിയിറക്കിയ കർഷകർക്ക് ചെലവാക്കിയ തുക തിരിച്ചു കിട്ടുക. ഇതിനായി നടപടി സ്വീകരിക്കണമെന്ന് പടവ് കമ്മിറ്റി സെക്രട്ടറി മുജീബ് അറക്കൽ, ഓഡിറ്റർ ഹസൻ തളികശ്ശേരി, 6 ഫാർമേഴ്സ് പ്രതിനിധികളായ ഉമ്മർ, അഷ്റഫ് എന്നിവർ ആവശ്യപ്പെട്ടു. പ്രയാസപ്പെട്ടിട്ട് കൃഷി ചെയ്യണ്ട എന്നുള്ളത് മാറ്റിയത് ഭരണതലത്തിൽ നിന്നും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമ്മർദ്ദവും നിങ്ങൾ പ്രാവശ്യം ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൃഷി ഇറക്കാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൃഷിക്കാർ ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഒരു പടവ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ മാർഗങ്ങൾ ചെയ്തു തരേണ്ടത് KLDCയും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വെള്ളം കിട്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രയാസപ്പെടുന്നതാണ്. ഇത്രയും പൈസ ചെലവാക്കി ചെയ്ത കൃഷി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. കർഷകരുടെ ആവശ്യം ന്യായമാണ്. ഈ വേനൽക്കാലത്ത് വെള്ളമില്ലെങ്കിൽ കൃഷി നശിക്കും എന്നത് വാസ്തവമാണ്. പക്ഷേ വെള്ളം എത്തിക്കാൻ ഇടപെടേണ്ട കാര്യത്തിലാണ് പിടിവലി. MLA-മാർ ഇടപെട്ടിട്ടും ഇറിഗേഷൻ വകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ന്യായമല്ല. അതേസമയം തന്നെ ഈ വകുപ്പിനെ കൊണ്ട് കാര്യം നടപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ജനപ്രതിനിധികളുടെ അധികാരത്തിന് എന്ത് വില എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ലതാനും. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലി നടത്തുന്നത്. അതും ക്ഷേത്രത്തിലെ ഉത്സവകാലത്തെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനപ്പാപ്പാൻ പണി പറ്റിച്ചു. ഒടുവിൽ ഗുരുവായൂരപ്പന് ഒരിക്കൽ കൂടി ആനയില്ല ശീവേലി നടത്തേണ്ടി വന്നു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് ആനയെ കൊണ്ടുവരേണ്ട പാപ്പാൻ തന്റെ ഉത്തരവാദിത്വം മറന്നു. അതാണ് കഥ. പാപ്പാനെ ദേവസ്വം ജോലിയിൽ നിന്നും മാറ്റി നിർത്തി. ദേവസ്വത്തിലെ കൃഷ്ണനാരായണൻ എന്ന ആനയുടെ പാപ്പാൻ നന്ദകുമാറിനെയാണ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ക്ഷേത്രത്തിൽ ശീവേലിക്ക് ആനയെ എത്തിക്കാത്തതിനെ തുടർന്ന് കരുതലായി നിർത്തിയിരുന്ന കൊമ്പൻ രാധാകൃഷ്ണനെ ശീവേലിക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ തിടമ്പേറ്റി പരിചയമില്ലാത്തതിനാൽ കീഴ്ശാന്തിക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ആനയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. പാപ്പാന്മാർ വീണ്ടും ശ്രമിച്ചപ്പോൾ കുത്തുവിളക്കുമായി മുന്നിൽ നിൽക്കുന്ന അച്ചുണ്ണി പിഷാരടിയെ കൊമ്പുകൊണ്ട് തട്ടി തെറിപ്പിച്ചു. ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ വരുതിയിലാക്കി പുറത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് ആനയില്ലാതെ ശീവേലി നടത്തേണ്ടി വന്നു. തിടമ്പ് കയ്യിൽ പിടിച്ചാണ് കീഴ്ശാന്തി ചടങ്ങ് പൂർത്തിയാക്കിയത്. ക്ഷേത്രത്തിൽ ആചാരപരമായി ആനയോട്ട ദിവസം മാത്രമാണ് ആനയില്ലാ ശീവേലി നടത്താറ്. ദേവസ്വത്തിന്റെ പരാതി പ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പാപ്പാനെതിരെ കേസെടുത്തു. കേരള പോലീസ് ആക്ട് പ്രകാരം മദ്യപിച്ച് ജോലിക്ക് ഹാജരാകാതിരുന്നതിനാണ് പോലീസ് കേസെടുത്തത്. ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയ പാപ്പാനെതിരെ അടുത്ത ദിവസം ദേവസ്വം ഭരണസമിതി യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. ആനയ്ക്ക് തങ്ങളുടെ ചുമതല കൃത്യമായി അറിയാമെങ്കിലും പാപ്പാൻ ചതിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ? എന്താണ് തന്റെ ഉത്തരവാദിത്തം? ജോലി എന്നത് മറന്നുള്ള ഇത്തരം പ്രവൃത്തി അംഗീകരിക്കാനാവുന്നതല്ല. ദേവസ്വത്തിലെ മാത്രമല്ല, പലപ്പോഴും പാപ്പാന്മാർ മദ്യലഹരിയിൽ പെടുന്നതും ആനയെ മറ്റു പാപ്പാന്മാർ എത്തി നിയന്ത്രിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ആനപ്പാപ്പാന്മാർക്കും ഒരു നിയമചട്ടം കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യതയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആഴ്ചവട്ടം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ വാർത്തകളും വാർത്താ വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.